നമസ്തേ, ഞാൻ പ്രിയ വേണുഗോപാൽ. 2018 നവംബർ 13 അച്ഛൻ കൊടുത്ത പരാതി. ഇതിപ്പോ ഞാൻ പല തവണയായി പറയുന്നു. DGPക്ക് ആദ്യം നൽകിയ ആ പരാതിയിൽ കൃത്യമായി പേരെടുത്ത് പറഞ്ഞ 2-3 പേരുണ്ട്. മൊഴിമാറ്റിയ അർജുന്റെയും പേരുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ നമ്മുടെ ലക്ഷ്മി ബാലഭാസ്കറിൻ്റെയാണ്. മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ പുതിയ അതായത് കേസ് അന്വേഷണത്തിൻ്റെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ട് വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ കുറച്ച് ഓഡിയോ ഇതിൻ്റെ അകത്ത് കേൾപ്പിക്കാം. അതിൻ്റെ അകത്ത് ഓരോരോ അന്വേഷണത്തിനെ കുറിച്ചിട്ടും ഓരോരോ ആൾക്കാരും ചെയ്ത കാര്യത്തിനെ കുറിച്ചിട്ടും ശരിക്കും എന്താണ് സംഭവിച്ചതെന്നതിനെ കുറിച്ചിട്ടൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇതൊന്ന് കേട്ടു നോക്കൂ. ആരെങ്കിലും സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ വേണ്ട നടപടി എടുത്തേനെ എന്ന് പറയുന്ന ലക്ഷ്മി, അച്ഛൻ കൃത്യമായി തന്നെ പേരെടുത്ത് പറഞ്ഞ് ഈ വ്യക്തികളെ ഒഴിവാക്കിയിരുന്നില്ല അവർ പിടിയിലാകുന്ന സമയം വരെ. അതിനുള്ള തെളിവുകൾ ലക്ഷ്മിയുടെ സുഹൃത്തുക്കൾ സംസാരിച്ച പല കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. 2018 ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ വിഷമിച്ചിരുന്നത് പോലെ തന്നെ കൂടെയുള്ളവരെല്ലാവരും വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കണ്ടിരുന്നതെങ്കിൽ ഇവിടെ സംശയിക്കാൻ കാരണങ്ങളൊന്നുമില്ല. ഓരോരുത്തർക്കുമുള്ള ദുഃഖം, മോള് നഷ്ടപ്പെട്ട ദുഃഖം, ബാലുചേട്ടനും ലക്ഷ്മിയും സീരിയസ് ആയി അവിടെ കിടക്കുന്ന സമയത്തെ ദുഃഖം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ബാലുചേട്ടൻ മരിച്ചതിന്റെ ദുഃഖം, ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ തോതിലായിരിക്കും അവരവരുടെ ബന്ധത്തിനനുസരിച്ച്. എന്നിരുന്നാലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത് വളരെ സ്വാഭാവികമായി നടന്ന ഒന്നായിരുന്നെങ്കിൽ എല്ലാവരും ഒരുപോലെ ദുഃഖിതരായി ഇരിക്കുന്നതാണ് ഞങ്ങൾ കണ്ടിരുന്നതെങ്കിൽ, ദുഃഖിതരായി ഇരിക്കുക എന്നുള്ളതല്ല, അങ്ങനെ ഒരു സീൻ കാണുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പകരം ആ ദുഃഖമൊക്കെ മാറ്റി നിർത്തിയാണെങ്കിലും കൃത്യമായി വേണ്ടെടുത്ത് വേണ്ട രീതിയിൽ ഇടപെടുന്നതും നല്ല കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യുന്നതുമായിരുന്നു കണ്ടിരുന്നതെങ്കിൽ ആരെയും സംശയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. മറിച്ച് ഞങ്ങൾ കണ്ടത് 27-ാം തീയതിയാണെന്ന് തോന്നുന്നു വിഷ്ണു ദുബായിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വന്ന ആ ദിവസം ഇയാൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ മുറിയിലേക്ക് വരുന്നു. അവിടെ ബാലുചേട്ടൻ്റെ അച്ഛനുണ്ട്, അമ്മാവന്മാരുണ്ട്, വലിയമ്മാവനും ഉണ്ട്, കൊച്ചമ്മാവനും ഉണ്ട്, ചിറ്റപ്പന്മാരുണ്ട്, ചിറ്റമാരുണ്ട്, ഞങ്ങളുണ്ട്. അവിടേക്ക് വന്നിട്ട് ഈ റൂം മാറണം എന്നാവശ്യപ്പെടുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഒരു ചെറിയ റൂമിലോട്ട് മാറാം, അല്ലെങ്കിൽ പുറത്ത് ഹോട്ടൽ റൂമിലേക്ക് കുറച്ച് ഫ്രണ്ട്സ് മാറുന്നുണ്ട്, അപ്പൊ ഒന്നുകിൽ അങ്ങനെ ചെയ്യാം. 2 മുറികളാണ് എടുത്തിരുന്നത്. ഒരു പ്രസിഡൻഷ്യൽ സ്വീറ്റ് ആയിട്ട് 2 മുറികൾ, വലിയ മുറികളാണ് എടുത്തിരുന്നത് ഇത്രയും പേരുള്ളത് കൊണ്ട്. രണ്ടാമത്തെ മുറിയിൽ അർജുന്റെ ബന്ധുക്കളുണ്ട്, ലതയുണ്ട്, ലതയുടെ ബന്ധുക്കളുണ്ട്, ലക്ഷ്മിയുടെ അനിയൻ വന്ന് പോവാറുണ്ടായിരുന്നു. അപ്പോ ഈ 2 റൂമുകളും ഒഴിഞ്ഞ് ചെറിയ റൂമുകളിലേക്ക് മാറാം. അവര് മാറുന്നുണ്ട്, നിങ്ങളും മാറുന്നതാണ് നല്ലത്. എന്തിനാണ് എന്ന് ഒന്നുകൂടെ ചോദിച്ചപ്പോൾ ചെലവ് കുറയ്ക്കാൻ എന്നാണ് പറഞ്ഞത്. അന്ന് വളരെ ഇത് കേട്ടിട്ട് കർക്കശമായി തന്നെ വല്യമ്മാവൻ ഉത്തരം പറഞ്ഞു, ബാലുചേട്ടന്റെ ഗുരു വല്യമ്മാവൻ തന്നെ ഉത്തരം പറഞ്ഞു, അത് വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ നിന്നോളാം, ചെലവ് ഞാൻ നോക്കിക്കോളാം, നോക്കണ്ട, അതിന്റെ ആവശ്യമില്ല, ഞങ്ങൾ മാറുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ആ സാഹചര്യത്തിലാണ് വിഷ്ണു സോമസുന്ദരത്തെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഈ സംസാരത്തിന് തൊട്ടു പുറകെ പ്രകാശ് തമ്പി വന്നിട്ട് എന്താണെന്ന് അന്വേഷിക്കുന്നു. കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങളും എല്ലാവരും റിയാക്ട് ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും ഇല്ല, അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, അതൊന്നും നോക്കണ്ട, നിങ്ങൾ ഇവിടെ തന്നെ തുടർന്നാൽ മതി എന്ന് പറഞ്ഞ് നയത്തിൽ അതങ്ങ് ഒഴിവാക്കുകയും ചെയ്തു. അതിനുശേഷമാണ് അർജുൻ മൊഴി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വിഷ്ണു ഇടപെടുന്നത് കണ്ടത്. ബാലുവും ആഗ്രഹിക്കുക അതായിരിക്കും, അവനെ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ പെടുത്തണമെന്ന് ബാലു ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ബാലുവിന്റെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള മട്ടിൽ വിഷ്ണു പറഞ്ഞത്. പോലീസിന്റെ മുമ്പിലും ഇത് തന്നെ പറഞ്ഞത്. പിന്നീട് ഒരു സാഹചര്യം ഉണ്ടായത്, ബാലുചേട്ടൻ സ്റ്റേബിളായി, കോൺഷ്യസ് ആയിരുന്നു, സ്റ്റേബിൾ ആയി കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് നിലനിൽക്കെ പെട്ടെന്നൊരു ദിവസം ഉച്ചയായപ്പോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും FM-ിലൂടെയും ഒക്കെ വാർത്ത കേൾക്കുന്നത് ബാലഭാസ്കറിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അദ്ദേഹത്തിന് രക്തദാനം നടത്താൻ താല്പര്യമുള്ളവര് ബന്ധപ്പെടുക എന്ന് പറഞ്ഞൊരു നമ്പറും ഒക്കെ കൊടുത്തിരിക്കുന്നു, രക്തത്തിന്റെ ആവശ്യമുണ്ട്, സർജറി, ഒരു എമർജൻസി സർജറിയിലേക്ക് കടക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് കണ്ടുകൊണ്ട് അതന്വേഷിച്ച് ചെന്നപ്പോ ഈ പറഞ്ഞ പല ആർട്ടിസ്റ്റ് സുഹൃത്തുക്കളോടും ഒക്കെ ഇതേക്കുറിച്ച് ഞങ്ങൾ ചോദിക്കാൻ ചെന്നിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ച് അവസാനം ചെന്നതും വിഷ്ണുവിലേക്ക് തന്നെയാണ്. അപ്പൊ ഏതോ ഒരു ഫ്രണ്ട് വെറുതെ പറഞ്ഞതാണെന്നോ, ഹിയർസേ വരിക അങ്ങനെ ചുമ്മാ എഴുതിയതാണോ എന്ന് പറഞ്ഞ് അതങ്ങ് ബ്രഷ് ഓഫ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പല സാഹചര്യങ്ങളിലും ഈ വ്യക്തിയെ കണ്ടതോടുകൂടി തന്നെയാണ് ഞങ്ങൾ കൊടുത്ത പരാതിയിൽ ഈ പേര് ഇടം പിടിച്ചത്.
പരാതിയിൽ പേരുള്ളവരായിരുന്നു. പ്രകാശ് തമ്പി ആരാണ് വണ്ടി ഓടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ തർക്കമാകുന്നു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ ചേച്ചി, ഞങ്ങൾ ആ കൂട്ടത്തിൽ എല്ലാവരും നിൽക്കുമ്പോൾ ഇവരൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി പറയുന്നത്, അത് വരുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു CCTV ഇമേജ് എവിടെയെങ്കിലും ഒന്ന് ക്യാപ്ചർ ആയിട്ടുണ്ടാവില്ലേ, ഡ്രൈവർ സ്ഥാനത്തിരിക്കുന്നത് ആരാണെന്ന് കാണാൻ എന്ന് പറഞ്ഞതും ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ തമ്പിയും ജമീലും മറ്റൊരു സുഹൃത്തും സനിൽ രാജ് എന്ന പേരുള്ള മറ്റൊരു സുഹൃത്തും കൂടി പോയതായാണ് ഞങ്ങൾ അറിഞ്ഞത്. കൊല്ലം വരെ പോയി വന്നു. വൈകിട്ട് വന്നപ്പോൾ ഇവർ പോയി എന്ന് അറിഞ്ഞതിന് ശേഷം വൈകിട്ട് വന്നപ്പോൾ പേരപ്പൻ ചോദിക്കുകയും ചെയ്തു, വലിച്ചേട്ടൻ അച്ഛൻ ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഒന്നും കിട്ടിയില്ല, റെലവൻ്റ് ആയിട്ട് ഒന്നും കിട്ടിയില്ല. ഏതായാലും അവൻ തന്നെ ഓടിച്ചത്, അത്രയും നമുക്കറിയാം എന്ന് പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കി. അർജുൻ ഈ മൊഴി മാറ്റുന്നു, അല്ലെങ്കിൽ ആ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ ചില കാര്യങ്ങൾ, ബാലുചേട്ടന് മോൾക്ക് വേണ്ടി തന്നെ നടത്തിയ ചടങ്ങ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ആ കുടുംബത്തിന് വേണ്ടി തന്നെ നടത്തിയ ചടങ്ങ് എന്ന് പറഞ്ഞതിൽ നിന്നൊരു ഡീവിയേഷൻ വന്നത് ലതയുടെ സഹോദരി അവിടെ വന്നതോടുകൂടിയാണ്. ലതയുടെ സഹോദരി ശ്രീമതി രമണി അവിടെ വന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ അവരാണ് പറഞ്ഞത്, അവരുടെ കൊച്ചുമകൾ, ഓസ്ട്രേലിയയിലുള്ള കൊച്ചുമകൾക്ക് വേണ്ടി അവര് ബുക്ക് ചെയ്തിരുന്ന ഒരു കൂത്താണ്. അപ്പോൾ അതേ സമപ്രായക്കാരിയായ തേജസ്വിനി കൂടി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ മോൾക്കും കൂടി ആകട്ടെ എന്ന് തീരുമാനിച്ചതാണ്. കൂത്ത് എന്താണ്, കൂത്തിന്റെ കാര്യങ്ങൾ എന്താണ്, ആ ചടങ്ങ് എന്താണ് എന്നൊക്കെ അവർ കൂടുതൽ വിശദമായിട്ട് വല്യമാനോടൊക്കെ സംസാരിക്കുകയും ചെയ്തു. അന്ന് ഈ ലതയെ വിളിച്ച് വല്യമാവൻ കൂടുതൽ വിശദമായിട്ട് ചോദിച്ചപ്പോൾ ഇവര് ഉരുണ്ട് കളിക്കുന്നത് കണ്ടതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സീനും അവിടെ ഉണ്ടായിരുന്നു. കാരണം നിങ്ങളൊക്കെ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ? കാരണം ലക്ഷ്മിക്ക് പങ്കെടുക്കാൻ കഴിയുമായിരുന്നില്ല ആ ചടങ്ങിന്. അതുകൊണ്ടാണ് ഹോട്ടൽ റൂമിൽ ഒരു 5-6 മണിക്കൂർ ലക്ഷ്മി തനിയെ ഇരുന്നത് എന്ന് പറയുന്നത്. അപ്പൊ മോളെയും കൊണ്ട് ബാലുചേട്ടൻ തനിയെ അത് അമ്പലത്തിലേക്ക് പോകുന്നതിനെ കുറിച്ചും ഒക്കെ ചോദിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചടങ്ങിന് മോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കരുതി ചെയ്യുന്ന ഒരു ചടങ്ങിന് ഇത്രത്തോളം ലാഘവത്തോടെ കാര്യങ്ങൾ ചെയ്യാമോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, അതൊക്കെ തന്നെ ദുശകരമായി തോന്നില്ലേ എന്നൊക്കെ അമ്മാവനും അച്ഛനും ഒക്കെ ഇവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞല്ല, ലക്ഷ്മി ഒന്നും ചെയ്തിട്ടില്ല, ലക്ഷ്മി ഒന്നും തൊട്ടിട്ടില്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പൊ എന്താണെങ്കിലും ഇതൊന്നും ശരിയായ രീതിയല്ല, നിങ്ങൾ മുതിർന്നൊരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇടപെട്ട രീതി ശരിയല്ല എന്നൊക്കെ പറഞ്ഞ അവിടെ സംസാരം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നിലനിൽക്കെ എല്ലാവരും ബാലുചേട്ടന്റെ പേര് കള്ളക്കടത്തുകാരനാണ്, അതിന്റെ വളരെ എന്താ പറയാ അവിഭാജ്യ ഘടകമാണ്, അല്ലെങ്കിൽ അതിലെ ഒരു കണ്ണിയാണ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ വീണ്ടും തലക്കെട്ടുകൾ വരുന്ന സമയത്ത് ഞങ്ങൾ അന്ന് 2019 ആ വാർത്ത വായിച്ചപ്പോൾ ഞങ്ങളുടെ മനസ്സെങ്ങനെ പൊള്ളിയോ അതേപോലെ തന്നെ ആയിരുന്നു ഇമ്മീഡിയറ്റ് റിയാക്ഷൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെയുള്ള വാർത്തകൾ വെച്ചപ്പോൾ. പക്ഷെ പിന്നീട് മനസ്സിലായി ഒരു വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം വെച്ചിട്ട് വളരെ വിദഗ്ധമായ രീതിയിൽ അതേ പറ്റിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തതിന്റെ ഉദ്ദേശമൊക്കെ ഇപ്പോ ഞങ്ങൾക്കും നന്നായിട്ട് അറിയാം, സാധാരണക്കാർക്കും നന്നായിട്ട് മനസ്സിലാകും. ഇവിടെ വീണ്ടും ചർച്ച ചെയ്യാൻ എല്ലാവരും മടിക്കുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് അർജുനെ പറ്റിയാണ്, വിഷ്ണുവിനെ പറ്റിയാണ്. അർജുന്റെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ വിശദാംശങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. ബിഹേവിയറൽ അസസ്മെന്റിൽ അങ്ങനെയുള്ള ഈ പ്രയർ ടു പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തിയ ടെസ്റ്റുകളുടെ അനുമാനത്തിൽ ആണ് സോബി ജോർജ് നുണ പറഞ്ഞു എന്നുള്ളത് CBI ലീക്ക് ചെയ്ത് വലിയ വാർത്തയായത്. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വാർത്തയായില്ല. പക്ഷെ അർജുന്റെ കേസിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പോളിഗ്രാഫ് ടെസ്റ്റിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പോളിഗ്രാഫ് ടെസ്റ്റിൽ ബിഹേവിയറൽ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് he was repeating the same story about Balabhaskar visiting his auntie's home and about Pooja. He could not describe any details about the incident and post-incident part he tried to avoid throughout the interview. He was taking too much time to answer each question. ആ സംഭവത്തെക്കുറിച്ച്, ആക്സിഡന്റ് നടന്ന ആ ഒരു സാഹചര്യത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചോ പറയാൻ അർജുന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കാനും അർജുൻ ശ്രമിച്ചിരുന്നു. ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ ഒരുപാട് സമയമെടുത്തിരുന്നു. ഇതൊക്കെ വളരെ വ്യക്തമായ സൂചനകളല്ലേ? കാരണം നമുക്ക് തർക്കമുള്ളത് അല്ലെങ്കിൽ നമുക്ക് സംശയമുള്ളത് സ്വാഭാവികമായിട്ടുള്ള അപകടമാണോ അല്ലെങ്കിൽ ആരെങ്കിലും വരുത്തി വെച്ച അപകടമാണോ എന്നുള്ളതായിരുന്നു. അപ്പൊ ഉറങ്ങിപ്പോയി എന്ന് ആദ്യം കണ്ടെത്തിയതാണ് ക്രൈംബ്രാഞ്ച്. അർജുൻ തന്നെയാണ് ഓടിച്ചത് എന്ന് ഫോറൻസിക് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിച്ചു. പക്ഷെ ഉറങ്ങിപ്പോയിട്ട് വരുത്തി വെച്ചതാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു റാഷ് ആൻഡ് നെഗ്ലിജന്റ്
ഡ്രൈവിംഗ് അതിൻ്റെയാണ്, ഉറങ്ങിപ്പോയതല്ല. മിസ് ജഡ്ജ്മെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ഷീണം കൊണ്ട് വന്ന സംഭവമായിരിക്കാം എന്ന് മാത്രം ഒരു എക്സ്പേർട്ടിനെ കൊണ്ട് ഒരു റിപ്പോർട്ടിൽ അങ്ങനെയും പറയിച്ചിട്ടുണ്ട്. ലക്ഷ്മിയുടെ മൊഴിയിൽ നമ്മൾ മീഡിയയിലൂടെ കേട്ടതിലും പറയുന്നുണ്ട്, പകച്ചിരിക്കുന്നത് കണ്ടു. ഇതാണ് ലക്ഷ്മിയുടെ ലാസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദാറ്റ് ഈവന്റ്. ആ പകച്ചിരുന്നതിനുള്ള കാരണം എന്തുകൊണ്ട് ആരും അന്വേഷിക്കുന്നില്ല? അർജുൻ അതേപ്പറ്റി സംസാരിച്ചിട്ടില്ല. അർജുൻ അതേപ്പറ്റി സംസാരിക്കാത്തിടത്തോളം കേസ് എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? അന്വേഷണം എങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? ബാലുചേട്ടൻ ആ സമയത്ത് ഉറക്കമായിരുന്നു എന്ന് പറയുന്നു. ഉറങ്ങിയതാണോ മയക്കിയതാണോ എന്നുള്ള സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. കാരണം ജ്യൂസ് ഷോപ്പില് സംഭവിച്ചത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ക്ലാരിറ്റി നമുക്ക് ഇപ്പോഴും ഇല്ല. അവിടുത്തെ CCTV ദൃശ്യങ്ങൾ അവൈലബിൾ ആക്കിയിട്ടില്ല. അതും നമുക്കറിയാം. ആ തുടക്കത്തിൽ തന്നെ ഇവര് അത് ഇടപെടാൻ ശ്രമിച്ചതും പ്രകാശ് തമ്പിയൊക്കെ അത് ഹാർഡ് ഡിസ്ക് എടുക്കാൻ ശ്രമിച്ചതും അത് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കൊണ്ടുകൊടുത്തപ്പോഴത്തേക്ക് അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, പാസ്വേഡ് ആക്സസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉള്ളൊരു ഒരു ഏരിയ ആണ് ആ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ആ CCTVയുമായി ജ്യൂസ് ഷോപ്പുമായി ബന്ധപ്പെട്ടത്. CBI ഒക്കെ സംഘം വന്നപ്പോഴേക്കും ആ അന്നത്തെ ദൃശ്യങ്ങളെ അവൈലബിൾ അല്ല, പിന്നീടുള്ള ദൃശ്യങ്ങളെ അവിടുത്തെ CCTVയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തെങ്കിലും തന്നെ ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ പ്രശസ്തിക്ക് വേണ്ടി, സ്വത്തിന് വേണ്ടി, ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലും സൂചിപ്പിച്ചാൽ അതിനപ്പുറമായിരിക്കുമല്ലോ ഇനിയുള്ള ഡൈവേർഷൻസ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അതൊന്നും ഒരു കാലത്തും ഞങ്ങൾ അതേപ്പറ്റി ഒന്നും പറയാതിരുന്നത്. പക്ഷേ ബാലഭാസ്കർ എന്നുള്ള വ്യക്തിയോട് സ്നേഹമുള്ളവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നതെങ്കിൽ ബാലുചേട്ടന്റെ അമ്മയും അച്ഛനെയും കൃത്യമായി തിരിച്ചറിഞ്ഞേനെ. കാരണം ബാലുചേട്ടന്റെ ലാസ്റ്റ് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിലും ബാലുചേട്ടന്റെ അമ്മയും അച്ഛനും ചേച്ചിയും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവർക്ക് അറിയാവുന്നതാണ്. അതിന് ഏറ്റവും വലിയ സാക്ഷിയായിട്ട് കൂടെ ഉണ്ടായിരുന്നത് പ്രകാശ് തമ്പിയാണ്. പ്രകാശ് തമ്പി ഒരിടത്ത് പോലും അതേപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. The musician in him, in that person is dead എന്ന് തന്നെയാണ് പൊതുവെ പറയാൻ കഴിയുക. അത് ഞങ്ങളുടെ ഫാമിലിയിലെ മ്യൂസീഷ്യൻസിനെ എല്ലാവരെയും പരിശോധിച്ചറിയാം. അവരൊക്കെ ക്രിയേറ്റേഴ്സ് ആയിരുന്നു ശരിക്കും. അതുകൊണ്ട് തന്നെ ബാലുചേട്ടൻ അനുഭവിച്ചിരുന്ന വീർപ്പുമുട്ടലിനെ പറ്റി നല്ലൊരു ധാരണ മ്യൂസീഷ്യൻസിന് മനസ്സിലാകും. അപ്പോൾ